ഹലോ ഗൈസ്, ഇപ്പം നമ്മളിവിടെ സൗദിയിൽ കാല് കുത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണു. അടിപൊളി ഏരിയയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കണത്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവണ ഞാൻ അപ്ലോഡ് ചെയ്യണ സകല വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടരാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഏരിയക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വെറൈറ്റി ഉള്ള ഏരിയ കേട്ടോ. നല്ല അടിപൊളി കാറ്റ്, തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു മഴക്കാലത്തിന്റെ ആ ഒരു ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ നടന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നമുക്കൊരു ഗൾഫ് കൺട്രിയുടെ യാതൊരു എന്താ പറയുക ഈ ക്ലൈമാറ്റ് അല്ല ഇവിടെ. കുറച്ചും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം അല്ലേ. ഞാനൊരു ട്രിപ്പ് വന്നതാ, പക്ഷെ ഇവിടെ വന്നപ്പോൾ അടിപൊളി സംഭവം ഒന്ന് കണ്ടോക്ക്. തായിഫിന്റെ മലനിരകളാട്ട കണ്ടോണ്ടിരിക്കണേ. തായിഫിന്റെ മലനിരകളൊക്കെ പറഞ്ഞാണല്ലോ കിട്ടില ഏരിയ. ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഓരോ പോയിന്റ് നോക്കി നോക്കിയേ. ആ ഒരു ചെറിയൊരു ഈവനിങ്ങിന്റെ ഒരു കോടമഞ്ഞും ആ ഒരു കാറ്റും ഈ അറ്റ്മോസ്ഫിയർ ഒരു രക്ഷയില്ല. സൺസെറ്റ് ഉണ്ട് കേട്ടോ, കാറ്റും ഒരു രക്ഷയില്ല. പക്ഷെ കൊരങ്ങന്മാരൊക്കെ ഉണ്ട്, അത് ഏറ്റവും രസം. നോക്കി നോക്ക്, അവരൊക്കെ ഇരിക്കണുണ്ടോ ഓരോരുത്തരായിട്ട്. വേറെ അവരൊക്കെ കൊരങ്ങന്മാരൊക്കെ ഓടുന്നാട്ടാ. കൊരങ്ങന്മാരാണ് ഈ പോണ്. ഇങ്ങനെ ഉണ്ട് അവരെ അത് അടിപൊളി കിട്ടിയിട്ട് ഇങ്ങനെ റിഫ്രഷ്മെന്റ് ആവുന്നുള്ളൂ. ഒറ്റയ്ക്ക് ഇരുന്ന് ആസ്വദിക്കണം ശരിക്കും. ഇങ്ങനെ നമ്മള് ഫ്രണ്ട്സ് സർക്കിളിൽ നിന്നിട്ട് അത്രയൊരു ആ ഒരു വൈബ് വിട്ടിട്ട് നമ്മളിവിടെ പല പ്രവാസികളുണ്ട്, ഇത് കാണുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. പക്ഷെ നിങ്ങള് ഒറ്റയ്ക്ക് വന്നിട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയേ. ശരിക്കും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് എന്താ പറയാ, അത്രയും ഒരു റിലാക്സേഷൻ പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മള് ഫ്രണ്ട്സ് ആകുമ്പോൾ അങ്ങനെ കുറേ ചിരിയും കളിയും ഫുഡൊക്കെ അടിക്കുക അങ്ങനെയൊക്കെ ഒരു മാത്രമല്ല. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് ഒരുപാട് എന്താ പറയുക ചിന്തകളിങ്ങനെ മെനിഞ്ഞെടുക്കാൻ പറ്റും. പക്ഷെ ഒരു വൈബ് രക്ഷയില്ല പറഞ്ഞാൽ കണ്ടിട്ട് മതി വരുന്നില്ല. പോവാൻ തോന്നുന്നില്ല. ഇവിടുന്ന് വന്നിട്ട് കുറച്ച് അത്യാവശ്യം ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ പോവാൻ തോന്നുന്നില്ല സത്യം പറയുന്നത്. ഇത്രയും ഹൈ റേഞ്ചിൽ ഇങ്ങനെ കിട്ടുന്ന ഇതുണ്ടല്ലോ, മലനിരയുള്ള ഭംഗിയൊക്കെ നോക്കിയൊക്കെ സൂം ചെയ്തിട്ട് ഇങ്ങനെ ഇതിങ്ങനെ അടിക്ക് ഇങ്ങനെ പോവും ഓരോ ഏരിയകള്. ശരിക്കും പണ്ട് ഇങ്ങനെ കൊത്തി വരച്ചെടുത്ത പോലെ ഓരോ മലകളുടെ ഭംഗി ആരിങ്ങനെ കൊത്തിയെടുത്ത പോലെയാണ്. പക്ഷെ ഇവിടെ ആ കിട്ടണ മെയിൻ സംഭവം തട്ടാ സൂര്യന്റെ ഒരു ഭംഗിയുണ്ട്. ഇത് രക്ഷയില്ല പറഞ്ഞ രക്ഷയില്ല. സൂര്യന്റെ ഒക്കെ ഒരു ഭംഗി എന്ന് പറയാനുള്ളൂ. ഏത് മൂഡ്, ഒരു രക്ഷയില്ല. ഇതിന്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാണല്ലോ. ഇങ്ങനെ കൊത്തിയെടുത്ത പോലെ മലനിരകള് ശരിക്കും നോക്കിയൊക്കെ മലകളുടെ ഒരു ഭംഗി. ഇത്ര നേരം ഇങ്ങനെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം അങ്ങനത്തെ ഏരിയ. പക്ഷെ ചില ഏരിയ ഉണ്ട് ആ കാണുന്ന സംഭവം ഇല്ല. ഈ കാണുന്ന ഈ മലയുടെ അതിന്റെ മേലെ നമ്മള് ഒരു ചെറിയ പാർക്കിംഗ് ഇട്ടത്. ആരോ എന്തോ ഒരു പാർക്ക് ഹെലികോപ്റ്ററിന്റെ ഒരു ലൈനൊക്കെ കാണാനുണ്ട്. പക്ഷെ ക്യാമറയിൽ അത്ര വിസിബിൾ അല്ല. അതുപോലെ അത് പോണ് ജസ്റ്റ് ഒരു റോഡാണ് ഈ പോണത്. കണ്ട ഈ മലയിൽ നിന്ന് ഇങ്ങനെ ചുരം, നമ്മളെ നാട്ടിലെ താമരശ്ശേരി ചുരം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ചുരങ്ങളാണ്. പക്ഷെ ഇവരൊക്കെ അത്രയും ടോപ്പിലാണ്. നമ്മുടെ അടുത്ത ചുരങ്ങളൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല. അത്രയും ഹൈലി മൗണ്ടൈൻസ് ആണ്. അതിൽ കൂടാണ് എന്ത് ചെയ്യണ റോഡും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്തിരിക്കണത്. പക്ഷെ ഇത്ര ടോപ്പായിട്ട് ഏരിയ നമ്മുടെ ദേശത്ത് കേരളത്തിലില്ല. മൂന്നാറ് കൊടൈക്കനാലൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അത്രയും നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന് എത്രത്തോളം ഉയരങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ തന്നെ
സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഈ ഒരു ഏരിയ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. വന്നിട്ട് ഒരു 1.5 മണിക്കൂർ ടൈം പോയത് അറിഞ്ഞില്ല. ഇങ്ങനെ ഇരുന്ന് ഞാൻ നമ്മൾ ചായ ഒന്നും ഇല്ല, പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് നമുക്ക് റിട്ടേൺ ആവാം. പക്ഷെ ആ കിട്ടുന്ന റിഫ്രഷ്മെന്റ് ഉള്ളൂ. അത് നമ്മൾ ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ഫീൽ ചെയ്ത് മാത്രമാണ് അവനാന് സെൽഫായിട്ട് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങളാണ്. കാരണം അങ്ങനത്തെ ഒരു തരം ക്ലൈമറ്റും ആ തരം കാഴ്ചമാതിരി ഭൂമിയുടെ ഒക്കെ ഭംഗി എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി. നമ്മുടെ നാട്ടിലെ പച്ചപ്പും ആ ഒരു കാടും അങ്ങനത്തെ കാഴ്ചകളല്ല നമുക്ക് ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കിട്ടുന്നു പറഞ്ഞാൽ. ശരിക്കും ഒരു വേറൊരു തരം അനുഭൂതിയാണ് നമുക്ക് ആ കിട്ടണ. അവിടെ നിന്ന് കിട്ടണ ഒരു കാറ്റിനുണ്ട് ഓരോ എന്താ പറയുക, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. സെൽഫായിട്ട് മാത്രം നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. പക്ഷെ ഓരോ മലകൾക്ക് നോക്കുമ്പോൾ അവരിങ്ങനെ എടുത്ത് നമ്മൾ എന്താ പറയുക കൊത്തിയെടുത്ത് ആ ഒരു ശില്പികൾ നമ്മൾ ചെയ്തെടുക്കലില്ലേ ഓരോ എന്താ പറയുക പല സംഭവങ്ങളൊക്കെ, അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെയാണ് ഓരോ മലയുള്ളത്. നമ്മൾ ശരിക്കും ഇങ്ങനെ ഓരോ സ്പേസ് കറക്റ്റ് ഓരോ ഷേപ്പ്, ശരിക്കും ഒരു മല എന്താണോ അതിങ്ങനെ കറക്റ്റായി കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പച്ചപ്പും ഫോറസ്റ്റിൻ്റെ ഒക്കെ കഴിഞ്ഞ് നമുക്ക് മലകൾ ഇങ്ങനെ ഒരു ഒറ്റ ഒരു എന്താ പറയുക ഷേപ്പ് മാത്രമല്ല. പക്ഷെ ഇത് പറഞ്ഞാൽ പല ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചാലൊക്കെ ഒഴുകി വരുന്ന പോലെ. ഈ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്നത് അൽഷെയ്ഫ് എന്ന് പറയും, അബാഹലി അൽഷെയ്ഫ്. അതുപോലെ റദീം എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക ഇവിടെ ഒരു കല്യാണം മണ്ഡപം കുറച്ച് ഫേമസ് ആണ്. പക്ഷെ ഞാൻ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒരു ക്രൗഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഗൂഗിളിൽ വേണമെങ്കിൽ ഈ ഏരിയക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. അതുപോലെ ചിൽഡ്രൻസ് പാർക്ക്, ഫാമിലി ആയിട്ട് വരുന്ന ചിൽഡ്രൻസ് പാർക്കൊക്കെ, അതുപോലെ ചെറിയ കാർഡ്സൊക്കെ ആയിട്ട് നമ്മൾ റേസിങ്ങിൻ്റെയും അങ്ങനെ കുറച്ച് എന്താ പറയുക കുട്ടികൾക്ക് വേണ്ട ഒരു നല്ല ഗെയിംസ് ആയിട്ടുള്ളൊക്കെ ഒരു സംഭവങ്ങളങ്ങനെ തൊട്ടടുത്തുണ്ട്. അതുപോലെ ഈ ഒരു ഏരിയ ഒക്കെ പറഞ്ഞാൽ കുറച്ച് ഹൈ റേഞ്ച് പ്ലേസ് ആണ്. അപ്പോൾ എല്ലാവരോടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങടെയൊക്കെ ഒരു എൻ്റെ മോട്ടിവേഷൻ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അപ്പോൾ കാണുന്നവരെല്ലാവരും പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി എല്ലാവർക്കും എത്തിക്കാൻ പറ്റാമെന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. ദന്തേലാണ് എൻ്റെ റൂമുള്ളത്. അപ്പോൾ ഇവിടുന്ന് യാത്രയായി. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോസ് ഞങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ.